വർഷങ്ങൾക്ക് മുന്നേ കാനഡയിലെ ഒരു ചെറിയ പ്രദേശത്ത് പനിച്ചു കിടന്നിരുന്ന ഒരു കുട്ടി, ഒരു ബാലൻ, ഒരു ദുസ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ നിന്ന് കിട്ടിയ ഒരു ആശയം അവൻ കുറച്ച് വളർന്നപ്പോൾ ഒരു കഥയാക്കി മാറ്റി. അവിടുന്ന് വർഷങ്ങൾ കഴിഞ്ഞ് ആ കഥ ഒരു സിനിമയായിട്ട് വന്നു. ലോക സിനിമയെ തന്നെ ഞെട്ടിക്കുന്നതും കാണുന്ന പ്രേക്ഷകരെ വേറൊരു ദൃശ്യ ലോകത്തേക്ക് കൊണ്ടുപോകുന്നതുമായ ഒരു സിനിമയായിരിക്കും അതെന്ന് ആ ബാലൻ അന്ന് ഓർത്തത് പോലുമില്ല. വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയ ആ ഒരു സിനിമയിലെ ആശയം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും പ്രസക്തമായിട്ട് നിൽക്കുന്നു. പിന്നീട് അങ്ങോട്ട് ആ ചെറുബാലൻ നടന്നു കയറിയ ഉയരങ്ങൾ ചെറുതല്ല. തന്റെ തൂലിക ഓരോ തവണ ചലിച്ചപ്പോഴും അതിൽ നിന്നുണ്ടായ കഥകളും സിനിമകളും ആ ഒരു പ്രദേശമല്ല, ആ ഒരു സംസ്ഥാനമല്ല, രാജ്യമല്ല, ലോകം തന്നെ അയാൾക്ക് പുറകെ ഓടി. സിനിമ എന്ന മാധ്യമത്തെ ദൃശ്യവിസ്മയമാക്കി മാറ്റി അയാൾ ഓരോ തവണയും ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടേയിരുന്നു. ഇനി തനിക്ക് നടന്നു കയറാവുന്ന ഉയരങ്ങള്, തനിക്ക് കീഴടക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാന്ന് അയാൾ ഓരോ തവണയും തെളിയിച്ചു. പക്ഷെ ഈ 69-ാം വയസ്സിൽ എത്തി നിൽക്കുമ്പോഴും അതൊന്നുമല്ല, അതിനും അപ്പുറത്തേക്ക് എനിക്ക് എന്തൊക്കെയോ കാണിക്കാനുണ്ട്, എനിക്ക് എന്തൊക്കെയോ തെളിയിക്കാനുണ്ട് എന്ന് അയാൾ വീണ്ടും ഓരോ സിനിമകൾ വഴിയും നമ്മളെ കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു സാധാരണക്കാരെ കൊണ്ട് പോലും സിനിമ കാണാൻ പ്രേരിപ്പിക്കുന്ന ചരിത്രത്താളുകളിൽ തന്റെ നാമം സ്വർണ്ണ ലിപികളാൽ കൊത്തിവെച്ച ഒരേയൊരു കാമറൂൺ, ജെയിംസ് കാമറൂൺ. ഹേ ഗായ്സ്, തംജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ പുതിയൊരു സെക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അതാണ് ബാൽക്കണി. സിനിമകൾക്ക് പുറകിലും സിനിമകൾക്ക് മുന്നിലും ഒരുപാട് ആർട്ടിസ്റ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരത്തില് നമ്മൾ അറിയാതെ പോകുന്ന ഒരുപാട് അധ്വാനങ്ങളും ഒരുപാട് കഥകളും ഒരുപാട് വേദനകളും ഓരോ സിനിമയ്ക്ക് പുറകിലുണ്ട്. ഓരോ സംവിധായകന്റെയും, ഓരോ സിനിമാറ്റോഗ്രാഫറെയും, ഓരോ എഡിറ്ററെയും, ഓരോ ആക്ടറിന്റെയും, ഓരോ സ്ക്രിപ്റ്റ് റൈറ്ററിന്റെയും, ഇങ്ങനെ ഏതൊരു സെക്ഷൻ എടുത്താലും ഏതൊരു ഡിപ്പാർട്ട്മെന്റിലുള്ള ആർട്ടിസ്റ്റുകളെ നമ്മൾ എടുത്തു കഴിഞ്ഞാലും അവർക്ക് എന്തൊക്കെയോ നമ്മളോട് പറയാനുണ്ടാകും. ഈ പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ബാൽക്കണി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് കാമറൂണെ പറ്റിയാണ്. 1954 ഓഗസ്റ്റ് 16 ഒന്റാരിയോ പ്രവിശ്യയിലാണ് കാമറൂണിന്റെ ജനനം. അച്ഛൻ ഫിലിപ്പ് കാമറൂൺ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, അമ്മ ഷെർലി ഒരു കലാകാരിയും അതുപോലെ തന്നെ ഒരു നഴ്സും. 5 മക്കളിൽ ഏറ്റവും മൂത്തവനായിട്ടാണ് ജെയിംസ് കാമറൂണിന്റെ ജനനം. സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് തന്നെ സ്പോർട്സിനോടോ ആർട്സിനോടോ ഒരു തരത്തിലുള്ള ഇമ്പമോ താല്പര്യമോ ഇല്ലാതിരുന്ന ആ ഒരു ബാലൻ തന്റെ സന്തോഷം കണ്ടെത്തിയത് മറ്റു ചില പ്രവൃത്തികളിലാണ്. ഒന്നുകിൽ ആകാശമുട്ടെ പറന്നുയരുന്ന, അല്ലെങ്കിൽ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്ന ചില കണ്ടുപിടുത്തങ്ങൾക്ക് പുറകെയായിരുന്നു ആ ബാലൻ. കോളേജുകളിൽ ആദ്യം ഫിസിക്സും പിന്നീട് ഇംഗ്ലീഷും പഠിക്കാൻ ചെന്നെങ്കിലും ഒരു വർഷത്തിൽ കൂടുതൽ അത് രണ്ടും നിലനിന്നില്ല. പിന്നീട് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായി ഒരുപാട് വേഷങ്ങൾ അയാൾ അണിഞ്ഞു. തൂപ്പുകാരനായി, ട്രക്ക് ഡ്രൈവറായി, അങ്ങനെ ഒരുപാട് വേഷങ്ങൾ ധരിച്ചുകൊണ്ട് അയാൾ മുന്നോട്ടേക്ക് പോയി. പക്ഷെ കാലം അയാൾക്ക് കാത്തുവെച്ചത് വേറൊരു വേഷമായിരുന്നു. 1977 റിലീസായ സ്റ്റാർ വാർസ് എന്നൊരു സിനിമ ആ ഒരു ബാലനെ, ആ ഒരു ചെറുപ്പക്കാരനെ വല്ലാതെ സ്പർശിച്ചു. ആ സിനിമയിൽ നിന്നും കിട്ടിയ ഒരു എക്സൈറ്റ്മെന്റും സന്തോഷവും തന്റെ ലൈഫിൽ മുഴുവൻ വേണമെന്ന് അന്ന് ആ ബാലൻ ഒരു ദൃഢനിശ്ചയം എടുത്തു. അങ്ങനെ തന്റെ ട്രക്ക് ജോലി ഉപേക്ഷിച്ചുകൊണ്ട് അയാൾ സിനിമ എന്ന മായാലോകത്തേക്ക് കാലെടുത്തു വെച്ചു. 1978 കാമറൂണിന്റെ സിനിമാ യാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നത്. കടപ്പാങ്ങിയ പൈസ കൊണ്ട് അയാൾ സംവിധാനം എന്താണെന്ന് പഠിച്ചു. അതിനുശേഷം അതേ വർഷം തന്നെ തന്റെ ഉറ്റ സുഹൃത്തിനോടൊപ്പം സിനോജെനിസിസ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം അദ്ദേഹം എഴുതി സംവിധാനം ചെയ്തു. അതിനുശേഷം റോജർ കോർമാൻ എന്ന് പറയുന്ന ഒരു സ്റ്റുഡിയോയിലേക്ക് മിനിയേച്ചർ മോഡൽ മേക്കർ എന്നൊരു പുതിയൊരു വേഷം അയാൾ അവിടെ എടുത്തു വെച്ചു. 1980 ഇറങ്ങിയ ബാറ്റിൽ ബിയോണ്ട് ദ സ്റ്റാർസ് എന്ന് പറയുന്ന ഒരു സിനിമയിൽ ആർട്ട് ഡയറക്ടറായിട്ട് ആദ്യം പ്രവർത്തിച്ചു. ഇതിനുശേഷം തുടർന്നുള്ള വർഷങ്ങളിൽ ഗാലക്സി ഓഫ് ടെറർ, ആൻഡ്രോയിഡ്, എസ്കേപ്പ് ഫ്രം ന്യൂയോർക്ക് എന്നീ പടങ്ങളിലും ഇദ്ദേഹം പ്രവർത്തിച്ചു. അതിനുശേഷം ഒരുപാട് നാളത്തെ തന്റെ ആഗ്രഹമായ സ്വന്തമായിട്ടുള്ള ഒരു സിനിമാ സംവിധാനം എന്നൊരു ഏരിയയിലേക്ക് അദ്ദേഹത്തിന്റെ കോൺസെൻട്രേഷൻ മാറി. അങ്ങനെ ആദ്യ സിനിമ ഒരുപാട് കഷ്ടപ്പെട്ട് സംവിധാനം ചെയ്യാനിരിക്കെ ഒരു പനി വന്ന് അദ്ദേഹം കിടപ്പിലായി. രാത്രി പനിയുടെ ക്ഷീണത്തില് മയങ്ങിപ്പോയ ആ പയ്യൻ കണ്ടൊരു ദുസ്വപ്നം. ആ ദുസ്വപ്നത്തിൽ നിന്നും കിട്ടിയ ഒരു ആശയം പിന്നീട് അവനെ കൊണ്ടെത്തിച്ചത് മറ്റാർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഉയരങ്ങളിലേക്കുള്ള ഒരു യാത്രയിലാണ്. ഫ്യൂച്ചറിൽ നിന്നും തന്നെ കൊല്ലാൻ വരുന്ന ഒരു റോബോട്ട്. ഈ ഒരു വണ്ണലിൽ നിന്നും താൻ ഉണ്ടാക്കിയ ഒരു കഥ അത് സിനിമയായിട്ട് മാറിയപ്പോൾ ഹോളിവുഡിലെ എക്കാലത്തെയും മികച്ച വിജയചിത്രമായ ടെർമിനേറ്റർ അന്ന് അവിടെ ഉദയം കൊണ്ടു. പിന്നീട് വന്ന ഏലിയൻസ്,
ആബിസ് തുടങ്ങിയ ചിത്രങ്ങൾ അക്കാദമിക്കൽ അവാർഡുകൾ മാത്രമല്ല കളക്ഷൻ ബോക്സ് ഓഫീസ് റെക്കോർഡ്സിലും പുതിയൊരു ചരിത്രം സൃഷ്ടിച്ചു. അതിനുശേഷം 1991 ടെർമിനേറ്റർ സിനിമയുടെ സീക്വലായിട്ട് വന്ന ടെർമിനേറ്റർ 2 ജഡ്ജ്മെന്റ് ഡേ, 1994 വന്ന ട്രൂ ലൈസ്, പിന്നീട് 97 ലോക സിനിമയെ തന്നെ ഞെട്ടിച്ച ടൈറ്റാനിക്കുമായി അയാൾ തന്റെ ഉയരങ്ങളിലേക്ക് വീണ്ടും നടന്നു കയറി. അന്ന് വരെ സിനിമ എന്ന് പറയുന്ന മാധ്യമത്തിൽ മറ്റാരും കാണിക്കാത്തൊരു ദൃശ്യവിസ്മയം അയാൾ ടൈറ്റാനിക് വഴി ലോക സിനിമയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ചു. To build this boat in where Mexico somewhere? Right, in Mexico. That is 9/10 this. What was that? It's virtually full scale. There's just parts of it that we didn't build. Yeah. But the part that we did build is full scale. It was 60 feet from the boat deck down to the water. And when we were loading those lifeboats. Now, is that in the script and how all the stuff that you're going to do, the dynamics of what special effects? പിന്നീട് ഒരിക്കലും കാമറൂണിനെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. താൻ വന്ന വഴികളും താൻ സഞ്ചരിച്ച പാതകളും അയാളെ കൊണ്ടെത്തിച്ചത് ലോക സിനിമയിലെ ഏറ്റവും മികച്ച ഡയറക്ടർ എന്നുള്ള ഒരു പട്ടത്തിലേക്കാണ്. It's interesting that you say that because when I think of what it was like for me in my sort of formative years, as a teenager, kind of figuring out what the world was all about, going to films and seeing and getting taken through that doorway into another world, whether it was science fiction or the past or just some other place, some other people, and I think of what that meant to me. ടൈറ്റാനിക് സിനിമയ്ക്ക് വേണ്ടി അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് പലതവണ ഡീപ് ഡൈവിംഗ് നടത്തിയ ജെയിംസ് കാമറൂൺ ടൈറ്റാനിക്കിന്റെ ഒറിജിനൽ ഫുട്ടേജ്, അതായത് റഗ് ഫുട്ടേജ് കൂടി ശേഖരിച്ചു. ഒരു വർഷത്തോളം എടുത്ത് ടൈറ്റാനിക് എന്ന കപ്പലിന്റെ റെപ്ലിക്ക നിർമ്മിച്ചു. റിലീസിന് ശേഷം റെക്കോർഡ് നമ്പർ ഓഫ് അവാർഡ്സും നോമിനേഷൻസും ടൈറ്റാനിക്കിന് കിട്ടി. പിന്നീട് ഒരുപാട് സിനിമകൾ ചെയ്തു, ഒരുപാട് സിനിമകളുടെ ഭാഗമായി. എന്നാൽ 2009 വീണ്ടും ഒരു ദൃശ്യവിസ്മയം ലോകത്തിന് മുന്നിലേക്ക് അയാൾ അവതരിപ്പിച്ചു. അതിനുശേഷം എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ടാവും. ഇനി നമുക്ക് ജെയിംസ് കാമറൂണിന്റെ ഫിലിം മേക്കിംഗ് സ്റ്റൈലിനെ കുറിച്ച് സംസാരിക്കാം. കാമറൂൺ സിനിമകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ഹ്യൂമാനിറ്റി ആൻഡ് നേച്ചർ ഓർ മെഷീൻസ് ഇത്തരത്തിലുള്ള ഒരു തീമാണ്. ഇതിന്റെ കൂടെ തന്നെ വരുന്ന റൊമാൻറ്റിക് സബ് പ്ലോട്ടുകള്, സ്ട്രോങ് ഫീമെയിൽ ക്യാരക്ടേഴ്സ്, ഇത്തരത്തിലുള്ള ഒരു ഫിലിം മേക്കിംഗ് സ്റ്റൈലാണ് സാധാരണ രീതിയിൽ കാമറൂൺ സിനിമകളിൽ കണ്ടുവരാറ്. കാമറൂൺ സിനിമകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഏകദേശം ഒരു 99% സിനിമകളിലും ഒരു സ്ട്രോങ് ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അത്തരത്തില് നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയ ക്യാരക്ടർ ഏതാണെന്നുള്ളത് കമന്റ് ബോക്സ് വഴി അറിയിക്കുക. അതുപോലെ തന്നെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റുകൾ സിനിമകളിൽ കൊണ്ടുവരുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഡയറക്ടറാണ് ജെയിംസ് കാമറൂൺ. മറ്റുള്ളവർ തങ്ങളുടെ ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് സിനിമകൾ ചെയ്യാൻ നോക്കുമ്പോൾ കാമറൂൺ ആ ബാരിക്കേഡുകളൊക്കെ പൊട്ടിച്ചുകൊണ്ട് ഒരു പുതിയ തലത്തിലേക്ക് എങ്ങനെ പ്രേക്ഷകരെ കൊണ്ടുപോകാം എന്നുള്ളതാണ് കോൺസെൻട്രേറ്റ് ചെയ്യാറ്. ഇത്തരത്തിലുള്ള ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് കാമറൂണിന്റെ ടെർമിനേറ്റർ മുതൽ അവതാർ വേ ഓഫ് വാട്ടർ വരെയുള്ള സിനിമകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഹി ഈസ് ദ മോസ്റ്റ് ഇന്നോവേറ്റീവ് ഡയറക്ടർ ഓഫ് ഓൾ ടൈം. ലോകം എത്ര മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാലും അതിനു മുകളിലേക്ക് തന്റെ സിനിമകളിലൂടെയുള്ള അഡ്വാൻസ്മെന്റ് കാമറൂൺ കാണിച്ചു തരുമെന്നുള്ളത് 100% ഉറപ്പാണ്. തന്റെ വരാനിരിക്കുന്ന ചിത്രങ്ങൾ വഴിയും നമുക്കിത് പ്രതീക്ഷിക്കാം. അവതാറിന്റെ സീക്വലായിട്ടുള്ള അവതാർ 3, 4, 5 അടുത്ത 6 വർഷത്തിനുള്ളിൽ ഇതിന്റെ സീക്വലുകൾ വന്നുകൊണ്ടേയിരിക്കും. കാത്തിരിക്കാം നമുക്ക് ആ മാന്ത്രികന്റെ മായാജാലം സ്ക്രീനിൽ വീണ്ടും കാണാൻ.